മഹിതകളിൽ മാണിക്യം നീ, സ്തുതികൾക്ക് യോഗ്യയും നീ. പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ ജ്ഞാനവും വിവേകവും നൽകണമേ. കണ്ണീരോടെ പറയണം. പാപമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഈ ദൈവത്തോട് ചോദിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നൽകും. തിരുവചനം ഇപ്രകാരം പറയുന്നു, അവൾ വാതിക്കൽ പടിവാതിൽ നിൽപ്പുണ്ട്, ആര് ചോദിച്ചാലും വരാൻ. ഏറ്റവും വലിയ ഡീസൻ്റുള്ള ആളായതുകൊണ്ട് പരിശുദ്ധാത്മാവും ജ്ഞാനവും നമ്മൾ ചോദിക്കാതെ ഒരിക്കലും അവർ വരത്തില്ല. പിശാചുക്കളാണ് ചോദിക്കാതെ കയറി വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം, വെളുപ്പിനേക്കണം. രാവിലെ എങ്ങനെ പുലർകാലയേറ്റ് അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. എന്താ? അതായത് വലിയ പ്രശ്നങ്ങൾ, കീറാമുട്ടി പോലെ പ്രശ്നങ്ങൾ, എന്തെല്ലാം കാണിച്ചിട്ടും മാറുന്നില്ല. പുലർകാലം എണീറ്റ് ദൈവസന്നിധിയിൽ എഴുന്ന കരമുയർത്തി ആ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് സ്തുതിച്ചാൽ, കരമുയർത്തി സ്തുതിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലേക്ക് പറയുന്നു 7 ദിവസം 21 ദിവസത്തിനകം എൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ.